ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിങ് സൈസ് SUV ആണ്. നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ന്യൂ മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഈ ഒരു മോഡൽ അഥവാ 2019 മോഡൽ ചെയ്യണമെന്ന്. കാരണം വെച്ചാൽ ഇതൊരു മാരക വണ്ടിയാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഒരു കിടിലൻ വണ്ടിയാണെന്ന് പറയാം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് 2019 മോഡൽ മെഴ്സിഡീസ് ബെൻസ് GLS 350D ആണ്. അപ്പോൾ ഇത് ഗ്രാൻഡ് എഡീഷൻ വരുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വിത്ത് AMG കിറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ GLSും വിത്ത് AMG കിറ്റോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഒരു AMG കിറ്റോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്ന ആൾക്കാരെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോ കിടക്കാം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് SUVs ഏതാണെന്ന് വെച്ചാൽ അതിൽ ഞാനും പറയും ഇതാണ് GLS ആണെന്ന്. അതും പ്രത്യേകിച്ച് നമുക്ക് പുതിയ മോഡലും അതേപോലെ തന്നെ എനിക്ക് അതിൻ്റെ മുന്നേ വന്നിരുന്ന ആ ഒരു ഇതുണ്ടല്ലോ 2016 മുതൽ ശേഷമുള്ള വണ്ടികൾ, അതും മാരക ലുക്കാണെന്ന് പറയാം. കാരണം അപ്പോൾ ഇത് 2019 മോഡലിൽ ഗ്രാൻഡ് എഡീഷൻ വരുന്ന ഒരു സ്പെഷ്യൽ എഡീഷൻ വാഹനമാണ്. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ്, എന്തെല്ലാം ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഇൻബിൽറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ളത് നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ നമ്മളിതിൻ്റെ ന്യൂ മോഡൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം വെച്ചാൽ എന്താ അന്നില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഇന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ നമുക്ക് എന്തായാലും വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഇത് AMGയിലോട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. കാരണം വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇതിൽ AMGക്ക് കൺവേർട്ട് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ സ്റ്റോക്ക് തന്നെ ഭയങ്കര എന്താണ് എസ്തറ്റിക് ഇതാണെന്ന് പറയാം. കാരണം വെച്ചാൽ ഭയങ്കര ലുക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടാതെ തന്നെ ഇതിലേക്ക് ഒരു AMG കൂടി കിറ്റും കൂടി കയറുമ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര മാറ്റം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബോണറ്റിലായിട്ട് വരികയാണെങ്കിൽ 4 ക്യാരക്ടർ ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 2 എയർ വെൻസുകളും കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ തന്നെയാണ്, ഡുവൽ പ്രൊജക്ടറാണ്. ആ പ്രൊജക്ടർ നോക്കുകയാണെങ്കിൽ ഒരു ഐ എഫക്റ്റിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ കണ്ണ് തോന്നിക്കേണ്ട രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കറക്റ്റ് മനസ്സിലാവുക ആ ഒരു എലമെൻറ്റ്. അതേപോലെ തന്നെ ഇവിടെ ഒരു DRL പോർഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മേലായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. LED ഇൻ്റലിജൻറ്റ് ലൈറ്റ് സിസ്റ്റം എന്നാണ് ഇതിൽ മെഴ്സിഡീസ് വിളിക്കേണ്ടത്. അതുപോലെ സൈഡായിട്ട് മെഴ്സിഡീസിൽ നിന്ന് ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇതായിട്ട് വരികയാണെങ്കിൽ ആ ഒരു ഫ്രണ്ട് ബമ്പർ AMGയിലോട്ട് മാറിയപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഈ ഒരു മെറ്റീരിയൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അത് മെഴ്സിഡീസിൻ്റെ എല്ലാ വാഹനങ്ങളും കാണേണ്ട ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് നമുക്ക് ഈ ഒരു മെഷ് ഗ്രില്ലിൽ വന്നിട്ടുള്ളത്. കാരണം നമ്മൾ പല ആണിക്കോം പാറ്റേൺ ഡിസൈൻ അങ്ങനത്തെ പല ഡിസൈൻ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു ഡിസൈന് ഒരു പ്രത്യേകത തന്നെയാണ്, മെഴ്സിഡീസിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇനി ലോഗോയിലോട്ട് വരണം വലിയ കിങ് സൈസ്, എന്നുവെച്ചാൽ കിങ് സൈസ് SUV എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ലോഗോ നോക്കുകയാണെങ്കിൽ പോലും അതേപോലെ തന്നെ വലിയ ലോഗോസാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ബ്ലാക്കിലുള്ള ഒരു എംബ്ലം കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരെ നമുക്ക് ഇവിടെ ഒരു AMGൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്ന് പറയാനുള്ളത്. അതേപോലെ തന്നെ താഴത്ത് വരെ നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ട് പാർക്കിംഗ് ക്യാമറയും കൂടി ഇവിടെ വീൽസൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയമണ്ട് കട്ട് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് മെഴ്സിഡീസിൻ്റെ ലോഗോ കാണാൻ 75/50 R20 ഇഞ്ച് ടയേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡിലേക്ക് വരാൻ ഫ്രണ്ടിൽ നോക്കണം ആ ഒരു വീൽ ആർച്ചൊക്കെ കുറച്ച് ബൾജായി നിൽക്കേണ്ട രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലേക്ക് വരാൻ നമുക്ക് ആ ഒരു ഗ്രാൻഡ് എഡീഷൻ എന്നുള്ള ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എഡീഷൻ്റെ ബ്രാൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. സൈഡിലേക്ക് വരാൻ നമുക്ക് ആ ക്രോമിയം എലമെൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്ലാസ് ഏരിയൻ്റെ ഔട്ടർ ലൈൻ ആയിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഒരു ക്രോമിയം ഫിനിഷിംഗ് ആണ്. സൈഡിലേക്ക് വരാൻ ഫുഡ് സ്റ്റെപ്പ് കാണാൻ പറ്റും. ഫുഡ് സ്റ്റെപ്പൊക്കെ നമുക്ക് ആ ഒരു ബോഡി കളറായിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു പോർഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സൈഡിലേക്ക് വരുന്ന ആ ഒരു കിങ് സൈസിൻ്റെ ആ ഒരു ഫീല് കൃത്യമായിട്ട് മനസ്സിലാകുന്നതെന്ന് പറയാം. അപ്പോൾ ഒരു സൈഡ് മിററിലായിട്ട് വരികയാണെങ്കിൽ മിററൊക്കെ നമുക്ക് ആ ഒരു ഡിസൈൻ ആ ഒരു ഇൻഡിക്കേറ്റർ പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ നമുക്ക് മെഴ്സിഡീസിൻ്റെ പല വാഹനത്തിലും കണ്ടുവന്നിട്ടുള്ള ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈലിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് ആ ഒരു ഗ്ലാസിൻ്റെ വലുപ്പം മാറ്റേണ്ടതെന്ന് പറയാം. കാരണം വലിയൊരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇതായിട്ട് വരാൻ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ ക്യാമറയും കൂടി കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലേക്ക് വരാൻ നമുക്ക് കീലെസ് എൻട്രിയുടെ ബട്ടൺ കാണാൻ പറ്റും. ഫ്രണ്ടിൽ 2 ഡോറും നമുക്ക് കീലെസ് എൻട്രി ആണ് അഥവാ റിക്യൂർ സെൻസർ വരുന്ന ഡോർസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു പില്ലേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഗ്ലോസി ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽ ഒരു ക്ലാസ് ലുക്കിലാണ്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ റൂഫ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഈ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് അത്യാവശ്യം നല്ല വിസിബിളായിട്ട് കൊടുക്കുന്ന വന്നിട്ടുള്ള രീതിയിലുണ്ട്. കാരണം ഇതൊരു 7 സീറ്റർ വാഹനം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഭയങ്കരമായിട്ട് വിസിബിലിറ്റി കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് റിയറിലെ ടയേഴ്സ് കാണാൻ പറ്റും. റിയറിലെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ 275/50 R20 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. റിയലും ഡിസ്ക് ബ്രേക്സ് ആണ്. അതേപോലെ തന്നെ ആ ഒരു ഡയമണ്ട് കട്ടറായിട്ടുള്ള ആ ഒരു അലോയ് വീൽ കാര്യങ്ങൾ കൊടുത്തിട്ട് ഓപ്പണർ കാണാൻ പറ്റും. ഇത് 100 ലിറ്റേഴ്സാണ് ഇതിൻ്റെ കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിൽ എവിടെയോ ഒരു BMW ഒരു X7 ഒക്കെ ഒരു ടച്ച് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും മെഴ്സിഡീസിൻ്റെ എല്ലാ എലമെൻറ്റും നമുക്ക് ആ ഒരു ബാക്കിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ. കാരണം
ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്യൂട്ടിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ഒരു ബാക്ക് ബ്യൂട്ടിയാണെന്ന് പറയാം. കാരണം ആ ഒരു ബാക്കിലെ ഒരു ലുക്ക് മാസീവാണെന്ന് പറയാം. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആ ഒരു AMGയുടെ കൺവേർഷനാണ് കംപ്ലീറ്റ് കാണുന്നത്. കാരണം ബമ്പർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ടിൻ എക്സോസ്റ്റ് അങ്ങനെ 2 എക്സോസ്റ്റ് കൊടുത്തിട്ട് കാണാൻ പറ്റും. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് AMGയുടെ ബ്രാൻഡിങ് കാണാൻ പറ്റും. ഇനി ബാക്കിലായിട്ട് വരികയാണെങ്കിൽ റിയറിലെ പാർക്കിംഗ് സെൻസേഴ്സ്, അതേപോലെ തന്നെ ഡിഫ്യൂസർ പോർഷൻ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബമ്പറിൽ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫ്യൂസർ പോർഷനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്കിൽ നോക്കുകയാണെങ്കിൽ GL 500 എന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് ആ ഒരു മാറ്റം വരുത്തിയപ്പോൾ കാണുന്നത് ഇതൊരു GLS 350 ആണ്. ഈ ഒരു GL എന്ന് പറയുന്നത് നമുക്ക് 2016 മുന്നേ വരെയുള്ള മോഡലായിരുന്നു. മെഴ്സിഡീസ് ഈ ഒരു കിങ് സൈസ് SUVക്ക് പറഞ്ഞിരുന്നത് GL എന്നുള്ള വേരിയൻ്റ് ആയിരുന്നു. അത് പിന്നെ 2016 മുതൽ റീനെയിംഡ് ചെയ്തിട്ട് നമുക്ക് GLSലോട്ട് മാറിയതാണ്. അതാണ് അതിൻ്റെ ശേഷമുള്ള വാഹനങ്ങളൊക്കെ GLS എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിലായിട്ട് നോക്കാൻ നമുക്ക് ഒരു AMGൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിയൽ വൈപ്പർ കാണാൻ പറ്റും, വൈപ്പറിൻ്റെ വാഷർ, അതേപോലെ തന്നെ ഹൈമോഡോ സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോക്കിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻബിൽറ്റ് സ്പോയിലർ കാണാൻ പറ്റും. അതേപോലെ തന്നെ മേലായിട്ട് വരെ നമുക്ക് ഒരു ഷാർപ്പിൻ ആൻറ്റിന കൂടിയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്ര കാര്യം നമുക്ക് ഈ ഒരു ഔട്ടർ സൈഡിൽ പറയാനുള്ളത്. ലുക്ക് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ആൻഡ് മാസീവ്. അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ റിക്വസ്റ്റ് സെൻസർ കാണാൻ പറ്റും. അതേപോലെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഡോറിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇൻറ്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മെഴ്സിഡീസിൻ്റെ ടിപ്പിക്കൽ സ്റ്റൈലിലുള്ള കുറേ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓരോന്നോരോന്ന് എന്തായാലും പരിചയപ്പെടുത്തി തരാം. അങ്ങനെ ഡോർ പാനലായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം എലഗൻ്റ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ ആണ് കാണാൻ പറ്റുന്നത്. ലെതർ ഫിനിഷിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ വുഡൻ ട്രിം. ഇത് നമുക്ക് ഏത് പ്രീമിയം വാൻ എടുത്താലും നമുക്ക് ആ കാണുന്ന ആ ഒരു മെറ്റീരിയൽസ് ഇതിലും കാണാൻ പറ്റുന്നുണ്ട്. ആ സോഫ്റ്റ് മെറ്റീരിയൽ വുഡൻ ട്രിം നോക്കുകയാണെങ്കിൽ ഒരു മാറ്റായിട്ടുള്ള രീതിയിൽ ഒരു ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മെമ്മറി സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഡോർ ലോക്ക് ചെയ്യാൻ അൺലോക്ക് ചെയ്യാൻ, പിന്നെ ഡോറിൻ്റെ പ്രീമിയം അൺലോക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പവർ വിൻഡോൻ്റെ കൺട്രോൾസ്, അതേപോലെ തന്നെ ഈ ഒരു ബട്ടൺ വന്നിട്ടുള്ളത്. ഇത് എന്തിനാ അറിയോ? ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് അത്ഭുതപ്പെട്ടു പോയിട്ടാണ്. നമ്മൾ സാധാരണ ഇത് ഫിക്സഡ് ആയിട്ടാണ് വരാറ്. നമ്മൾ അങ്ങനെ ഇപ്പോഴത്തെ വാഹനത്തിലൊന്നും കണ്ടുവന്നിട്ടില്ല ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെ അറിയോ? ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ആ ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ കണ്ടില്ലേ ഇത് ഓപ്പണായി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ ഓപ്പണായി വരുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വലിയൊരു ഹൈലൈറ്റാണ് ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിയറിലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനും ഒരു ആക്സസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലെതർ ഫിനിഷിങ്ങും ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൈഡിലേക്കാണ് സൗണ്ട് സിസ്റ്റം കാണാൻ പറ്റും. അതേപോലെ തന്നെ കയറി വരുമ്പോൾ നമുക്ക് മെഴ്സിഡീസ് ബെൻസ് എന്നുള്ളൊരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫി ആയിട്ടുള്ള സീറ്റ്സ് എന്ന് പറയാം. കണ്ടാൽ തന്നെ അറിയാം. ഇത് കാണിച്ചാൽ ടൈ സപ്പോർട്ട് കാണാം, അതുതന്നെ ബാക്കിലെ ലംബർ സപ്പോർട്ട്, അങ്ങനത്തെ എല്ലാ സപ്പോർട്ടും കിട്ടുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് ഈ പോർഷൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീലാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മെഴ്സിഡീസിൽ പല വാഹനത്തിൽ കണ്ടിട്ടുണ്ട് ഈ രീതിയിൽ. പക്ഷേ ഇത് ആ ഒരു സൈസ് തോന്നിക്കുന്നില്ല കേട്ടോ. മറ്റൊരു കാര്യം, കാരണം ഇത്രയും വലിയൊരു കിങ് സൈസ് SUV ആണെന്ന് പറഞ്ഞിട്ടും ഇതിൻ്റെ സ്റ്റിയറിംഗ് വീൽ ഒരു കുഞ്ഞു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നോക്കണം. അതിൽ നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, കോൾ അറ്റൻഡിങ്, വോയിസ് കമാൻഡ്, മ്യൂട്ട്, അതേപോലെ ഇപ്പുറത്ത് നമുക്ക് ഈ ഒരു പ്ലെയറിൻ്റെ കൺട്രോൾസാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻട്രൽ പോർഷനൊക്കെ നോക്കാൻ ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് സ്റ്റിച്ചിങ് കാണാൻ പറ്റും, ബ്രൗൺ സ്റ്റിച്ചിങ് ആണ് തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സൈഡിലേക്ക് വരെ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ ഒരു പോർഷൻ കാണാൻ പറ്റും. അതേപോലെ തന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇവിടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾ വന്നിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് നമുക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. ഹെഡ്ലൈറ്റും നല്ല തന്നെ വന്നിട്ടുള്ളത് ഇതിലും. ഡാഷ്ബോർഡ് നോക്കാൻ ആ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ്ങിലാണ്. ഒരു ബീജ് ബ്രൗൺ ആ ഒരു മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. ഏത് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് ലെതറാണ്, സോഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൽ ഒക്കെ സ്റ്റിച്ചിങ് നല്ല ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം. ഇനി എന്താ കുറേ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൽ ചിലപ്പോൾ ഇൻറ്റീരിയറൊക്കെ നമ്മൾ നോർമൽ ഒരു GLS 350 നിന്നും വ്യത്യാസം ഉണ്ടാകും. കാരണം വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ എഡീഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ കുറേ മാറ്റങ്ങൾ അതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിന് ക്ലസ്റ്ററായിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഡ്യുവൽ ക്ലസ്റ്റേഴ്സാണ്, അനലോഗാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലേക്കാണ് 260 ആണ് ഇതിന് മാക്സിമം സ്പീഡ് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ താഴെ ഫ്യൂവലിൻ്റെ ഗേജ് കാണിക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന RPM ഗേജ് കാണാൻ പറ്റും. ഇപ്പുറത്ത് അതേമാതിരി എഞ്ചിൻ ടെമ്പറേച്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻട്രലായിട്ട് വരികയാണെങ്കിൽ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ടെമ്പറേച്ചർ, ഔട്ടർ ടെമ്പറേച്ചറും അതിൻ്റെ ക്ലോക്ക്, പിന്നെ ഗിയറിൻ്റെ ഇൻഡിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഗിയർ ഇൻഡിക്കേഷൻ ഗിയർ വന്നിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി ഇവിടെ ഒന്നല്ല ഇതിൻ്റെ ഗിയർ സിസ്റ്റം വന്നിട്ടുള്ളത്, ഇവിടെ തന്നെയാണ്.
പിന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാൻ പറ്റും, പിന്നെ ക്രൂയിസ് കൺട്രോൾ കാണാൻ പറ്റും, അതേപോലെ തന്നെ ഇവിടെ അതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾ കാണാനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റർ കൺസോളായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിലാണ് ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് 2019 മോഡലാണ്. അപ്പോൾ അന്ന് കൊടുക്കാൻ പറ്റിയ എല്ലാ ലക്ഷറീസ് കാര്യങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോൾ അറ്റൻഡിങ്, DVD പ്ലെയർ, കാര്യങ്ങൾ അങ്ങനത്തെ റേഡിയോ, മീഡിയ അങ്ങനത്തെ സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വരെ നമുക്ക് ട്രാക്ഷൻ്റെ കൺട്രോൾ, ഹസാർഡ്, ഓട്ടോ സ്റ്റാർട്ട്, അതേപോലെ തന്നെ റിയർ പാർക്കിംഗ് സെൻസർ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അല്ല ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. താഴോട്ട് വരികയാണെങ്കിൽ ഡുവൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള AC ആണ് വന്നിട്ടുള്ളത്. അത് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾ, റിയർ ഡീഫോഗിങ് സിസ്റ്റത്തിനൊക്കെ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ കീ നോക്കുകയാണെങ്കിൽ ഇതാണ് കീ വന്നിട്ടുള്ളത്. ഇതാണ് കീ വന്നിട്ടുള്ളത്. നോർമൽ മെർസിഡീസിൻ്റെ പഴയ കണ്ടുവന്ന രീതിയിലാണ് കീ വന്നിട്ടുള്ളത്. അപ്പോൾ കീ ഇവിടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് 2 കപ്പ് ഹോൾഡറാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞ് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മറ്റേ സിഗരറ്റ് ലൈറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഇവിടത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ 4 സസ്പെൻഷനും എയർ സസ്പെൻഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി അപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വണ്ടിയുടെ കുറച്ച് കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തേക്ക് വരികയാണ് നമുക്ക് സ്പോർട്സ് മോഡ്, കംഫർട്ട് മോഡ്, പിന്നെ ടെറൈൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓഫ് റോഡ്, അങ്ങനെ ഓഫ് റോഡ് വണ്ടി അല്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്പോർട്സ് എന്താണ്, കംഫർട്ട്, സ്നോ, പിന്നെ റോക്ക്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈ ഒരു മൗസ് പാഡ് അല്ലെങ്കിൽ ഈ ഒരു കീപാഡ് വന്നിട്ടുള്ള നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കൺട്രോളാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്കറിയാം, മെർസിഡീസിൻ്റെ പല വാഹനത്തിൽ നമ്മൾ പണ്ട് മുതൽ കണ്ടുവന്നിട്ടുണ്ട് ആ ഒരു സംഭവം. ഇനി ഗ്ലൗ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ കൊടുത്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള സ്റ്റോറേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മിറർ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഡിമി ഫംഗ്ഷനോട് വീട്ടിലെ മിററാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ സൺറൂഫിൻ്റെ കൺട്രോൾ കാണാൻ പറ്റും. അതേപോലെ ലൈറ്റ്സിൻ്റെ കൺട്രോളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സൺറൂഫ് പറയുകയാണെങ്കിൽ ഇതിൽ പാനോറമിക് സൺറൂഫ് ആണ്, പക്ഷേ ഇതിന് സെൻറ്ററിൽ ഒരു ബാരിയർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പാനോറമിക് കറണ്ടില്ല, അപ്പോൾ ഒരു സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു പാനോറമിക് സൺറൂഫ് എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഇതിൻ്റെ സൺറൂഫിൻ്റെ ഘടന വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര നമുക്ക് ഈ ഫ്രണ്ട് സൈഡ് ഇൻറ്റീരിയറിൽ റിയർ സൈഡിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെ റിക്വസ്റ്റ് സെൻസർ വരുന്നില്ല, നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ ആ ഡോറിൻ്റെ വെയിറ്റ് ഒക്കെ ഫീൽ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞാണ്. അപ്പോൾ റിയറിലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു വുഡൻ ട്രിം, അതേപോലെ ലെതർ ഫിനിഷിങ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ പവർ വിൻഡോൻ്റെ കൺട്രോളാണ് വന്നിട്ടുള്ളത്. ഒരു ട്വിറ്റർ, അതേപോലെ തന്നെ ഒരു സ്പീക്കർ ഔട്ട് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ മെർസിഡീസിനൊന്നും പറയില്ല, അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ സീറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള 2 സീറ്റായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ നമുക്ക് 3 പേർക്ക് സഞ്ചരിക്കാൻ വെച്ചാൽ സഞ്ചരിക്കാം. കാരണം വെച്ചാൽ ഇവിടെ 2 പേർക്കും അതേപോലെ തന്നെ ചെറിയ കുട്ടിക്ക് മാത്രം പോകാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായിട്ട് നമുക്ക് ഇതിൻ്റെ ഹമ്പ് കുറച്ച് ഇതിൽ സെൻറ്റർ ടണൽ കുറച്ച് പൊക്കത്തിലാണ് വന്നിട്ടുള്ളത്. ഇനി റിയലായിട്ട് വരാൻ നമുക്ക് ഇവിടെ മെർസിഡീസിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ പറ്റും. ഒറിജിനൽ ആക്സസറീസ് ആണ്. എന്താണ് ഇതിൽ നമുക്കൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്, ഒരു ഹെഡ്ഫോണും കൊടുത്തിട്ടുണ്ട്. അതും മെർസിഡീസ് ബെൻസിൻ്റെ തന്നെയാണ് കേട്ടോ, ഒറിജിനൽ സാധനം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വരെ നമുക്ക് റിയറിലെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റൂഫിലും ഇവിടെയൊക്കെ നമുക്ക് AC വെൻസ് കാണാൻ വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ പില്ലേഴ്സിലൊക്കെ നമുക്ക് എയർ ബാഗ് വരുന്നുണ്ട്. ഈ വാഹനത്തിൽ ടോട്ടലി നമുക്ക് 8 എയർ ബാഗ് വരുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റിയിലും നോ കോംപ്രമൈസ് ആണ് നമുക്ക് GLS എന്ന് പറയുന്നത്. പിന്നെ ഒരു ഏരിയ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റിയറിലേക്കും നമുക്ക് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള AC ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾസ് കാണാൻ പറ്റും. പിന്നെ റിയൽ AC തണുക്കൂല എന്നുള്ള സംശയങ്ങളൊക്കെ പെട്ടെന്ന് മാറുക വെച്ചാൽ കുറേ AC വെൻസുകളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്താൽ നമുക്ക് കണ്ടോ, ഇത് ഇലക്ട്രിക്കലിയാണ് നമുക്ക് സീറ്റ് ഇങ്ങനെ മൂവ് ആവുന്നത്. ഓക്കെ, ആ ഫ്രണ്ടിലെ സീറ്റ് കുറച്ച് ബാക്കിലോട്ട് ഇട്ടിട്ടാണ് നമുക്ക് ഇത്രത്തോളം വരും. അപ്പോൾ റിയലിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ പക്കാ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു സീറ്റ് സെറ്റ് ചെയ്തത്. കാരണം ചില സെൻറ്ററിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാൻ നമുക്ക് ഈ ഒരു സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. മറിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. റിയലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൻസറിൻ്റെ ഒരു സംഭവം കാണാൻ പറ്റും. നമ്മൾ മെർസിഡീസിൻ്റെ പല വാഹനത്തിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. പഴയ മോഡലൊക്കെ നമുക്ക് ഈ ഒരു സെൻസർ കാണാൻ പറ്റും. ഈ ഒരു സെൻസർ എന്ന് പറയുന്നത്, ഈ ഒരു സെൻസർ നമുക്ക് നമ്മളെ റിയറിലെ പാർക്കിംഗ് സെൻസറിൻ്റെ ആണ്. അത് നമുക്ക് ആ ഒരു കണ്ണാടിയിൽ കാണുമല്ലോ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ണാടി നോക്കിയിട്ടല്ല വണ്ടി എടുക്കുക. റിയർ വ്യൂ മിറർ നോക്കിയിട്ടാണല്ലോ നമ്മൾ എന്തായാലും വണ്ടി എടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും അത് ആ ഒരു കണ്ണാടിയിൽ അത് പെടും. അപ്പോൾ അങ്ങനെയാണ് ആ സെൻസറിൻ്റെ വർക്കിംഗ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കപ്പ് ഹോൾഡർ, അതേപോലെ സൗണ്ട് സിസ്റ്റം കാണൊക്കെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സംഭവം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ സീറ്റ് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഉണ്ടോ, നമുക്ക് ആ റിയറിലെ സീറ്റ് നമുക്ക് ഇതേമാതിരി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നോക്കുക കേട്ടോ, ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടോ, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോർഷനാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സീറ്റ് മറിച്ചിട്ട് കാര്യമില്ല. ആ 2 സീറ്റ്
ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പക്ക ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എഞ്ചിൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഒരു മാസീവ് എഞ്ചിനാണ്. അപ്പോൾ ഇതിൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു V6 എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതൊരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 3 ലിറ്റർ V6 ആണ്, അഥവാ ഒരു 2987 cc ആണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതൊരു 255 bhp പവറും അതേപോലെ തന്നെ 620 Nm ടോർക്കാണ് ഈ ഒരു വാഹനം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് ടർബോ ചാർജർ ആയിട്ടുള്ള ഒരു എഞ്ചിൻ കൂടിയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. ഡീസൽ ടർബോ ചാർജർ ആണ് ഈ ഒരു എഞ്ചിൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് ഈ ഒരു 2019 മോഡൽ എന്താണ് GLS 350Dയുടെ ഗ്രാൻഡ് എഡീഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായി കണ്ടാൽ സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു സ്ഥലം കിടിലം വേണ്ടിയിട്ടും കിടിലം വീഡിയോ വരാം. അതുവരേക്കും ബൈ ബൈ.